പശ്ചിമേഷ്യയിൽ യുദ്ധം ആരംഭിച്ചിട്ട് 2 മാസം പൂർത്തിയാവുകയാണ്. ഇതിനിടയിൽ രണ്ടാം ഘട്ട ചർച്ചകളിലേക്ക് ഇറാനെ അനുനയിപ്പിച്ചു കൊണ്ടുവരുവാനുള്ള ട്രംപിന്റെ വാക്കുകൾ നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇനി ഒരു വട്ട ചർച്ചയ്ക്ക് ഞങ്ങൾ ഇല്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാൻ എല്ലാ ചർച്ചകളുടെയും സാധ്യത തള്ളിക്കളഞ്ഞു. എന്നിട്ടും ട്രംപ് ലോകത്തോട് പറഞ്ഞുകൊണ്ടേയിരുന്നത് ഇറാനുമായിട്ടുള്ള ആശയവിനിമയം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടെയാണ് അമേരിക്ക കാര്യങ്ങളെ നോക്കിക്കാണുന്നത്. പ്രശ്നങ്ങൾ ഉടനടി അവസാനിക്കും, ഇറാൻ ചർച്ചകൾക്ക് വഴങ്ങും, ഞങ്ങളുടെ വ്യവസ്ഥകളെ അവർ അംഗീകരിക്കും, ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതൊക്കെ ട്രംപ് ഒരു ഭാഗത്ത് പറയുമ്പോഴും ഇറാൻ അതൊന്നും കേട്ടതായി ഭാവിച്ചതേയില്ല. പക്ഷേ അവസാന നിമിഷം എത്തിയപ്പോൾ പാകിസ്ഥാനിൽ വീണ്ടും ചർച്ചയ്ക്കുള്ള കളമൊരുങ്ങുവാൻ തുടങ്ങി. അപ്പോഴും ലോകം ആശങ്കയിലായിരുന്നു. കാരണം ഇറാന്റെ നിലപാട് എന്തായിരിക്കും എന്നുള്ളത് തന്നെ. എന്നാൽ തുടർന്ന് പുറത്തു വന്ന വാർത്ത ഇറാൻ പ്രതിനിധികൾ പാകിസ്ഥാനിലേക്ക് യാത്രയാകുന്നു എന്നുള്ളതായിരുന്നു. ആ വാർത്ത കേട്ടപ്പോൾ ലോകം ആശ്വസിച്ചു. ചർച്ചകൾ നടക്കുകയാണ്, പ്രശ്നങ്ങൾ തീരാൻ പോവുകയാണ്, യുദ്ധം എത്രയും വേഗം അവസാനിക്കും. പക്ഷെ പെട്ടെന്ന് ഏപ്രിൽ 25 ശനിയാഴ്ച ലോകം കണ്ടത് വിഭിന്നമായ ചില നീക്കങ്ങളാണ്. ഇറാനുമായുള്ള ചർച്ചകളിൽ നിന്നും അമേരിക്ക പിന്മാറുന്നു എന്നുള്ള ട്രംപിന്റെ പ്രഖ്യാപനമായിരുന്നു ആദ്യത്തേത്. അപ്പോൾ തന്നെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പാകിസ്ഥാൻ സന്ദർശിച്ചു മടങ്ങി. തുടർന്ന് അദ്ദേഹം ഒമാനിലേക്ക് യാത്രയാവുകയും ചെയ്തു. പക്ഷെ പിന്നീട് വൈറ്റ് ഹൗസ് നടത്തിയ പ്രസ്താവന ട്രംപ് ചർച്ചയിൽ നിന്നും പിന്മാറി ചർച്ചയെ ചർച്ചയെ അമേരിക്ക ബഹിഷ്കരിച്ചു. മാത്രവുമല്ല, അമേരിക്ക ചർച്ചയിൽ നിന്നും പിന്മാറിയപ്പോൾ ഭയന്നുപോയ ഇറാൻ 10 മിനിറ്റിനുള്ളിൽ പുതിയ ഒത്തുതീർപ്പ് വ്യവസ്ഥ ഉണ്ടാക്കുവാൻ വേണ്ടി നെട്ടോട്ടം ആരംഭിച്ചു എന്നുള്ളതായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ നടന്നത് അങ്ങനെയൊന്നുമല്ല. ഇറാൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ടില്ല. മറിച്ച് മാസങ്ങളായി അവർ തയ്യാറാക്കി വെച്ചിരുന്ന ഒരു നയതന്ത്ര ചട്ടക്കൂട് പാകിസ്ഥാനും ഒമാനും വഴി ഒരേ സമയത്ത് അവർ പുറത്തുവിടുകയായിരുന്നു. ട്രംപ് ചർച്ച റദ്ദാക്കിയാലും ഇല്ലെങ്കിലും ഇറാൻ ആ പദ്ധതിയുമായി മുൻപോട്ട് പോകുമായിരുന്നു. പക്ഷേ അമേരിക്ക അതിനെ ഭയന്നുള്ള ഒളിച്ചോട്ടമായിട്ടാണ് വ്യാഖ്യാനിച്ചത്. അരാക്ചിയുടെ പാകിസ്ഥാൻ സന്ദർശനം ഒരു പരാജയമായിരുന്നു എന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അമേരിക്കൻ പ്രതിനിധികളും ഇറാൻ പ്രതിനിധികളും ഇസ്ലാമാബാദിൽ കാണുവാൻ നിശ്ചയിച്ചിരുന്നുവെന്നും അമേരിക്കയുടെ പിന്മാറ്റം കാരണം അത് നടക്കാതെ പോയി എന്നും ആ ദൗത്യം അങ്ങനെ പരാജയപ്പെടുത്തി എന്നും അവർ രേഖപ്പെടുത്തി. എന്നാൽ യാഥാർത്ഥ്യം അമേരിക്കൻ പ്രതിനിധികൾ വരുന്നതിന് മുൻപ് തന്നെ അമേരിക്കയുമായി ചർച്ചയില്ല എന്ന് ഇറാൻ പരസ്യമായി പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. അരാക്ചി പാകിസ്ഥാനിൽ പോയത് അവിടെ പാകിസ്ഥാൻ സൈനിക നേതൃത്വത്തെ കാണുവാനും തങ്ങളുടെ പുതിയ യുദ്ധവിരാമ കരാർ കൈമാറുവാനും വേണ്ടിയായിരുന്നു. ട്രംപിന്റെ ഇവിടുത്തെ പിന്മാറ്റത്തെ ഒരു തന്ത്രപരമായ നീക്കമായി ഒരു കൂട്ടർ ചിത്രീകരിക്കുന്നുണ്ട്. ഫ്ലോറിഡയിലെ വിമാനത്താവളത്തിൽ വെച്ച് ട്രംപ് നടത്തിയ പിന്മാറ്റ പ്രഖ്യാപനം ഒരു ശക്തനായ നേതാവിന്റെ മാസ്റ്റർ സ്ട്രോക്കായി അനുയായികൾ വാഴ്ത്തുന്നുണ്ട്. താൻ വിചാരിച്ചാൽ എപ്പോൾ വേണമെങ്കിലും കളി നിർത്താം എന്ന ഭാവമാണ് ട്രംപിന്റെ മുഖത്തുണ്ടായിരുന്നത്. പക്ഷെ തിരശ്ശീലയ്ക്ക് പിന്നിൽ നടക്കുന്നത് മറ്റൊന്നായിരുന്നു. ട്രംപ് ചർച്ച റദ്ദാക്കി വൈറ്റ് ഹൗസിൽ ഡിന്നറിന് പോയപ്പോൾ ഇറാന്റെ വിദേശകാര്യമന്ത്രി മോസ്കോയിലും മസ്കറ്റിലും പോയി അമേരിക്കയെ ഒറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയൊരു സഖ്യം രൂപീകരിക്കുകയായിരുന്നു. ഇവിടെ അമേരിക്ക സ്വയം ഒഴിവായി കൊടുത്തത് ഇറാന് കാര്യങ്ങൾ എളുപ്പമാക്കി എന്നുള്ളതാണ് സത്യം. ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഫ്ലോറിഡയിലെ ഒരു വിമാനത്താവളത്തിൽ വെച്ച് പ്രസിഡന്റ് ട്രംപ് ഇറാനുമായുള്ള ചർച്ചകൾ റദ്ദാക്കുന്നതായി പ്രഖ്യാപിച്ചു. അതിന്റെ കാരണം ഇറാന്റെ നേതൃത്വം വിഭജിക്കപ്പെട്ടിരിക്കുകയാണെന്നും ആർക്കാണ് ചുമതല എന്ന് ഇപ്പോൾ ആർക്കും അറിയില്ല എന്നുമുള്ള പരിഹാസമായിരുന്നു. ട്രംപ് പറഞ്ഞത്, ഞങ്ങളുടെ കയ്യിലാണ് എല്ലാ കാർഡുകളും, ഇറാൻ ചർച്ച ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഞങ്ങളെ വിളിക്കാം. ഇത് പറഞ്ഞിട്ടാണ് അദ്ദേഹം വാഷിംഗ്ടണിലേക്ക് പോയത്. എന്നാൽ ഇവിടുത്തെ വലിയൊരു വിരോധാഭാസം എന്തെന്ന് ചോദിച്ചാൽ, തലേ ദിവസം രാത്രി വരെ ചർച്ചകളിൽ പുരോഗതിയുണ്ട് എന്ന് പറഞ്ഞിരുന്ന ഭരണകൂടം തന്നെയാണ് അവസാന നിമിഷം ഒരു മലക്കം മറിച്ചിൽ നടത്തിയത്. ഇതിനെ ഒരു പവർ മൂവ് എന്നും മാസ്റ്റർ സ്ട്രോക്ക് എന്നൊക്കെയുള്ള രീതിയിലാണ് അമേരിക്കൻ മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ചത്. പക്ഷേ ഇറാന്റെ നീക്കം അത് വളരെ വ്യക്തമായിരുന്നു. ട്രംപ് ചർച്ചകൾ റദ്ദാക്കുന്നതിന് മുൻപ് തന്നെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി തന്റെ നയതന്ത്ര പര്യടനം ആരംഭിച്ചിരുന്നു. ഇത് അമേരിക്കയുടെ നീക്കങ്ങൾക്കുള്ള മറുപടിയായിട്ടായിരുന്നില്ല, മറിച്ച് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതായിരുന്നു. അബ്ബാസ് അരാക്ചി പാകിസ്ഥാൻ സൈനിക മേധാവിയായ ഫീൽഡ് മാർഷൽ അസീം മുനീറുമായും പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫുമായും കൂടിക്കാഴ്ച നടത്തി യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള കൃത്യമായ ഒരു ഫ്രെയിം വർക്ക് പാകിസ്ഥാന് അദ്ദേഹം കൈമാറുകയും ചെയ്തു. തുടർന്ന് അവിടെ നിന്നും അദ്ദേഹം നേരിട്ട് പോയത് ഒമാനിലേക്കായിരുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഏറ്റവും വിശ്വസനീയമായൊരു രഹസ്യ ചാനലാണ് ഒമാൻ. ഒമാനിലെത്തിയ ശേഷം അരാക്ചി റഷ്യയിലേക്ക് പോയി. നിലവിൽ അദ്ദേഹം പുടിനെ കാണുവാൻ വേണ്ടി ഇപ്പോൾ മോസ്കോയിലാണ്. ട്രംപ് ചർച്ച റദ്ദാക്കി എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അരാക്ചി എക്സിൽ കുറിച്ച ചില വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. അതായത്, നയതന്ത്രത്തിന്റെ കാര്യത്തിൽ അമേരിക്കയ്ക്ക് ശരിക്കും ഗൗരവമുണ്ടോ എന്നുള്ളത് കണ്ടറിയണം എന്നായിരുന്നു. കോപമോ ഭീഷണിയോ ഇല്ലാത്ത എന്നാൽ വളരെ കൃത്യമായ ഒരു തന്ത്രപരമായ നീക്കമായിരുന്നു ഇത്. അമേരിക്ക വെറും പ്രകടനങ്ങൾ നടത്തുകയാണോ അതോ ശരിക്കും സമാധാനം ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ഉയർത്തിയത്.
അതെ, ഇറാൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇറാൻ ഇത്രമാത്രം കടുത്ത നിലപാടിലേക്ക് പോകുന്നത്? അമേരിക്കയെ പോലെയുള്ള ഒരു വമ്പൻ സാമ്പത്തിക ശക്തി അവരുടെ സൈനിക ശേഷി പരമാവധി ഇറാനെതിരായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഇസ്രയേൽ അവരുടെ കരുത്തും ഇറാന്റെ മേൽ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇതുകൂടാതെ കാലങ്ങളായിട്ടുള്ള ഉപരോധം നിലനിൽക്കുന്നു. അപ്പോൾ തന്നെ ഹോർമൂസിൽ ഉപരോധവും ഏർപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഏതു വിധേനയും യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള നയതന്ത്ര ചർച്ചകൾക്ക് മാക്സിമം പരിശ്രമിക്കേണ്ടത് ഇറാൻ തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു ഒത്തുതീർപ്പുകൾക്ക് ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞ് ഇറാൻ പിന്മാറ്റം പ്രഖ്യാപിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ? വാസ്തവത്തിൽ ലോകം കൊട്ടിഘോഷിക്കുന്നത് പോലെ ഇറാന് പിടിച്ചു നിൽക്കുവാൻ പറ്റാത്ത സാഹചര്യങ്ങളാണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇറാന്റെ എണ്ണ നീക്കങ്ങൾ അവസാനിച്ചിരിക്കുന്നു. എണ്ണ ഖനനം ചെയ്യുന്ന മേഖലകളിൽ കടുത്ത ആഘാതം നേരിടുവാൻ പോകുന്നു. എണ്ണ സംഭരിക്കുവാൻ ഇനി അവർക്ക് സ്ഥലങ്ങളില്ല. അതുകൊണ്ട് തന്നെ എണ്ണ കുഴിച്ചെടുക്കുവാൻ കഴിയാത്ത സാഹചര്യമുണ്ടാകുന്നു. എണ്ണ ഖനനം നിർത്തിവെച്ചാൽ തുടർന്നവർക്ക് സംഭവിക്കാൻ പോകുന്നത് ഭീകരമായ പ്രശ്നങ്ങളായിരിക്കും. എണ്ണ കുഴിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന യന്ത്രങ്ങൾ പണി അവസാനിപ്പിച്ചാൽ പിന്നീട് അത് പുനരാരംഭിക്കണമെങ്കിൽ വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരും. എണ്ണ ഖനനം ചെയ്യുന്ന പൈപ്പുകൾക്കുള്ളിൽ ഖനമേറിയ എണ്ണ പാളികൾ ഉറഞ്ഞുകൂടുകയും തുടർന്ന് ദീർഘകാലം പണിയെടുത്താലും തീരാത്ത പ്രതിസന്ധികൾ ആ ഉപകരണങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും. അതാണ് ഇപ്പോൾ ഇറാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി എന്നൊക്കെയാണ് പല മാധ്യമങ്ങളും തള്ളിമറിച്ചത്. പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെയൊന്നുമല്ല. അത്രമാത്രം പ്രശ്നങ്ങൾ കൂടിയല്ല ഇറാൻ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നത്. അമേരിക്കയുടെ ഈ രൂക്ഷമായ ഉപരോധങ്ങൾക്കിടയിലും ഇറാൻ തകർന്നു പോകാത്തതിന് ചില കാരണങ്ങളുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ചൈനയാണ്. ചൈനയുടെ പിന്തുണയോടെ ഇറാന്റെ ഇരുണ്ട കപ്പൽപ്പട എന്ന് വിശേഷിപ്പിക്കുന്ന 100 കണക്കിന് അജ്ഞാത കപ്പലുകൾ അമേരിക്കൻ ഉപരോധങ്ങളെ മറികടന്ന് ചൈനയിലേക്ക് എണ്ണയുമായി എത്തുന്നുണ്ട്. ഇത് വെറും വാക്കുകളല്ല, ഊഹാപോഹങ്ങളുമല്ല, യാഥാർത്ഥ്യമാണ്. ഇതിനെക്കുറിച്ചുള്ള ശക്തമായ തെളിവുകളും അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളും കഴിഞ്ഞ ആഴ്ചകളിൽ പുറത്തു വന്നിരുന്നു. അമേരിക്കൻ ഉപരോധങ്ങളെയും നാവിക ഉപരോധത്തെയും മറികടന്ന് ഇറാൻ എങ്ങനെയാണ് ചൈനയിലേക്ക് എണ്ണ എത്തിക്കുക എന്നുള്ളതിനെക്കുറിച്ച് റോയിട്ടേഴ്സ്, ബ്ലൂംബെർഗ്, ടൈംസ് ഓഫ് ഇന്ത്യ തുടങ്ങിയ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തത് ഒട്ടനവധി വസ്തുതകളുടെ അടിസ്ഥാനത്തിലായിരുന്നു. അതിലൊന്നാമത്തേത് ഗോസ്റ്റ് ഫ്ലീറ്റ് അല്ലെങ്കിൽ ഡാർക്ക് ഫ്ലീറ്റ്. ഇറാൻ എണ്ണ കടത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന പഴയതും അനൗദ്യോഗികവുമായ രേഖകളില്ലാത്ത കപ്പലുകളുടെ ഒരു ശൃംഖലയാണിത്. ഈ കപ്പലുകൾ പ്രാരംഭത്തിൽ തന്നെ അവയുടെ ലൊക്കേഷൻ കാണിക്കുന്ന AIS ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം ആ സംവിധാനം ഓഫാക്കി വെക്കുകയോ തെറ്റായ ലൊക്കേഷൻ കാണിക്കുകയോ ചെയ്യുന്ന നടപടി ആവിഷ്കരിക്കും. അതിനെ സ്പൂഫിംഗ് എന്നാണ് പറയുന്നത്. തുടർന്ന് കപ്പലുകളിൽ നിന്നും കപ്പലുകളിലേക്ക് മാറ്റുക എന്നുള്ള പരിപാടി നടപ്പാക്കും. അതായത് മലേഷ്യയുടെയോ സിംഗപ്പൂരിൻ്റെയോ തീരത്ത് വെച്ച് ഇറാന്റെ എണ്ണ മറ്റൊരു കപ്പലിലേക്ക് കൈമാറും. ഈ കപ്പലുകളിൽ നിന്നാണ് പിന്നീട് ചൈനീസ് റിഫൈനറികളിലേക്ക് എണ്ണ എത്തുന്നത്. ഏപ്രിൽ മാസത്തിൽ മാത്രം ഇത്തരത്തിൽ 37 കപ്പലുകൾ നിരീക്ഷിക്കപ്പെട്ടതായി നയതന്ത്ര നിരീക്ഷകർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമത് ചൈനയിലെ ഡീപോർട്ട് റിഫൈനറികളാണ്. ചൈനയിലെ സ്വകാര്യ എണ്ണ ശുദ്ധീകരണ ശാലകളാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉപഭോക്താക്കൾ. ഈ സ്ഥാപനങ്ങൾക്ക് അമേരിക്കൻ ഡോളർ വിനിമയ സംവിധാനവുമായി കാര്യമായി ബന്ധങ്ങളൊന്നുമില്ല. അതിനാൽ അമേരിക്കൻ സാമ്പത്തിക ഉപരോധങ്ങൾ ഇവരെ നേരിട്ട് ബാധിക്കുകയുമില്ല. ആഗോള വിപണിയേക്കാൾ ബാരലിന് $10 കുറഞ്ഞ നിരക്കിലാണ് ഇറാൻ ഇവർക്ക് എണ്ണ നൽകുന്നത്. ഇത് ചൈനയ്ക്ക് വലിയ ലാഭമുണ്ടാക്കുന്നു. മൂന്നാമത്തേത് റോയിട്ടേഴ്സ് ആൻഡ് ബ്ലൂംബെർഗ് റിപ്പോർട്ടുകൾ പ്രകാരം ഇറാന്റെ എണ്ണ വരുമാനം തടയുവാൻ അമേരിക്ക പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചതായും ചൈനയിലെ ഒരു പ്രധാന റിഫൈനറിക്കെതിരെ നടപടിയെടുത്തതായും കഴിഞ്ഞ ദിവസങ്ങൾ റിപ്പോർട്ടുകൾ വന്നിരുന്നു. അമേരിക്കൻ നാവികസേന ഇറാനിയൻ തീരത്ത് ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഏപ്രിൽ 20 ഏകദേശം 26 കപ്പലുകൾ ഈ ഉപരോധം മറികടന്ന് യാത്ര ചെയ്തതായി ലോകത്തെ പ്രധാന കപ്പൽ ഗതാഗത വാർത്താ ഏജൻസിയായ ലോയിഡ് ലിസ്റ്റ് അറിയിച്ചു. സാറ്റലൈറ്റ് ഡാറ്റ ഉപയോഗിച്ച് എണ്ണ നീക്കം നിരീക്ഷിക്കുന്ന കെപ്ലർ എന്ന ഏജൻസിയുടെ കണക്ക് പ്രകാരം ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ 80-90% ചൈനയിലേക്കാണ് പോകുന്നത്. അമേരിക്കൻ ഉപരോധം മറികടക്കുവാൻ ചൈനയുടെ ഡിജിറ്റൽ യുവാൻ വഴിയാണ് പലപ്പോഴും ഇടപാടുകൾ നടത്തുന്നത്. ഇത് അന്താരാഷ്ട്ര ബാങ്കിംഗ് സംവിധാനമായ സ്വിഫ്റ്റിന് പുറത്തായതുകൊണ്ട് അമേരിക്കയ്ക്ക് ഇത് നിരീക്ഷിക്കുവാനോ തടയുവാനോ കഴിയില്ല. ചുരുക്കത്തിൽ അമേരിക്കൻ ഉപരോധം ഇറാനെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിൽ പോലും ചൈനയുമായിട്ടുള്ള ഈ നിഴൽ വ്യാപാരം ഇറാന്റെ സാമ്പത്തിക അടിത്തറ തകരാതെ പിടിച്ചു നിർത്തുവാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇതുകൊണ്ട് തന്നെയാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി അമേരിക്കയോട് വിട്ടുവീഴ്ച ചെയ്യാതെ നയതന്ത്ര നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ഈ കാരണങ്ങളാൽ അമേരിക്കയ്ക്ക് ചൈനയോട് കടുത്ത അതൃപ്തിയുണ്ട്. എങ്കിലും ചൈന യാതൊരു പ്രസ്താവനകളും നടത്താതെ മൗനമായി നീങ്ങുകയാണ്. ചൈനയുടെ നിശബ്ദത നിഷ്പക്ഷതയായി തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. ഈ സംഘർഷത്തിൽ ചൈന ഒരു പങ്കുമില്ലാത്ത രീതിയിലാണ് നിലകൊള്ളുന്നത്. എന്നാൽ സത്യത്തിൽ ഇറാന്റെ നട്ടെല്ല് എന്നുള്ളത് ചൈനയാണ്. ചൈന എണ്ണ വാങ്ങുന്നത് നിർത്തിയാൽ അതോടുകൂടി ഇറാൻ പതറും. പക്ഷെ ചൈന അത് ചെയ്യില്ല.
ഭാവിയിലെ ഈ യുദ്ധത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ചൈനയുടെ ഈ നിശബ്ദമായ ഇടപെടൽ അത് വിസ്മരിക്കപ്പെടുവാനും ഇത് കേവലം അമേരിക്കയും ഇറാനും മാത്രമായിട്ടുള്ള ഒരു പോരാട്ടമായി ചുരുക്കപ്പെടുവാനും സാധ്യതയുണ്ട്. എന്നിരുന്നാലും ചൈനയ്ക്ക് വ്യക്തമായ അജണ്ടകൾ ഇവിടെയുണ്ട്. അത് മനസ്സിലാകണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ വിലയിരുത്തുവാൻ തയ്യാറാകണം. ഇറാനിലെ ചരക്ക് കപ്പലായ തൗസ്ക അമേരിക്ക പിടിച്ചെടുത്തു. ആ കപ്പൽ ചൈനയിലേക്ക് ചരക്കുമായി നീങ്ങിയതായിരുന്നു. ആ കപ്പലിനെ സ്വീകരിക്കുവാൻ വേണ്ടി ചൈനീസ് തുറമുഖം കാത്തുനിന്നതുമാണ്. എന്നാൽ ആ കപ്പൽ ചൈനയിലേക്ക് എത്തിയില്ല. അമേരിക്ക അത് പിടിച്ചെടുത്തു. ഇറാൻ ശക്തമായി അമേരിക്കക്കെതിരെ പ്രതികരിച്ചു. പക്ഷേ ചൈന ഒരു വാക്കുപോലും മിണ്ടിയില്ല. സാധാരണ അമേരിക്കയുടെ ചെറിയ ചെറിയ നീക്കങ്ങളെ പോലും നിരന്തരമായി വിമർശിക്കുന്ന ചൈന എന്തുകൊണ്ടാണ് ഇവിടെ മൗനമായത്? ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇത് അസാധാരണമാണ്. സാധാരണ ശബ്ദമുണ്ടാക്കേണ്ട ഇടത്ത് മൗനം വന്നാൽ ചോദിക്കേണ്ടത് ചൈന എന്താണ് കാണാതെ പോയത്, മിണ്ടാതെ പോയത് എന്നല്ല, പകരം ചൈന എന്താണ് തീരുമാനിച്ചത് എന്നാണ്. ഇത്രയൊക്കെ സംഭവം ഉണ്ടായിട്ടും ഇറാനുമായി പ്രതിരോധ സഹകരണ കരാറിൽ ഒപ്പുവെച്ച ചൈന ഒന്നും പറഞ്ഞില്ല. ഒരു പ്രസ്താവനയും ഇറക്കിയില്ല, ഒരു പ്രതിഷേധവുമില്ല. കപ്പൽ തിരികെ വിട്ടുകൊടുക്കണമെന്ന് അവരാവശ്യപ്പെട്ടുമില്ല. അടിയന്തര ഐക്യരാഷ്ട്ര സഭായോഗം വിളിച്ചില്ല. ഒരു ഫോൺ കോൾ പോലും പുറത്തു വന്നതായി എവിടെയും റിപ്പോർട്ടുകളുമില്ല. ഇറാന്റെ ഏറ്റവും അടുത്ത സൗഹൃദ രാഷ്ട്രമായ ചൈന എന്തുകൊണ്ട് അവിടെ മൗനമായിരുന്നു? സാധാരണയായി ചൈന അവർക്ക് താല്പര്യമില്ലാത്ത അമേരിക്കയുടെ ഓരോ നടപടികൾക്കുമെതിരെ അപ്പോഴപ്പോൾ ശബ്ദം ഉയർത്താറുണ്ട്. അതായത് അമേരിക്ക തായ്വാനിലേക്ക് ആയുധങ്ങൾ വിറ്റാൽ ചൈന അപ്പോൾ പ്രതിഷേധിക്കും. അമേരിക്കൻ നാവിക കപ്പലുകൾ തായ്വാൻ കടലിടുക്കിലൂടെ പോകുമ്പോൾ ചൈന പ്രതിഷേധിക്കും. അമേരിക്കൻ ഉദ്യോഗസ്ഥർ ദലൈലാമയെ കാണുവാൻ പോകുമ്പോൾ ചൈന പ്രതിഷേധമറിയിക്കും. അമേരിക്കൻ ഉപരോധങ്ങൾ ചൈനീസ് കമ്പനികളെ ബാധിക്കുമ്പോൾ ചൈന പ്രതിഷേധിക്കും. അങ്ങനെയുള്ള ചൈന എന്തുകൊണ്ടായിരിക്കും ഇവിടെ മൗനമാചരിച്ചത്? അതെ, ചൈന ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ കളിക്കുകയാണ്. അപ്പോൾ തന്നെ വലിയ നേട്ടമുണ്ടാക്കുവാൻ ശ്രമിക്കുകയുമാണ്. ഇറാനിൽ നിന്നുള്ള എണ്ണക്കടത്തിന്മേൽ അമേരിക്ക ഏകപക്ഷീയമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ കപ്പൽ പിടിച്ചെടുത്തത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് എന്ന് ഇറാൻ വാദിക്കുമ്പോഴും അമേരിക്ക ഇതിനെ തങ്ങളുടെ ആഭ്യന്തര നിയമങ്ങളുടെയും സുരക്ഷാ താൽപ്പര്യങ്ങളുടെയും ഭാഗമായിട്ടാണ് കാണുന്നത്. ചൈന പരസ്യമായി പ്രതികരിച്ചാൽ അമേരിക്കൻ ഉപരോധങ്ങളെ ലംഘിക്കുവാൻ തങ്ങൾ ഔദ്യോഗികമായി ശ്രമിക്കുന്നു എന്നുള്ള സന്ദേശം ഇത് നൽകും. ഇത് ചൈനീസ് ബാങ്കുകൾക്കും കമ്പനികൾക്കുമെതിരെ കൂടുതൽ ആഗോള ഉപരോധങ്ങൾ വരുവാൻ കാരണമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സ്ട്രാറ്റജിക് സൈലൻസ്, തന്ത്രപരമായിട്ടുള്ള മൗനമാണ് ചൈന കൈക്കൊണ്ടിരിക്കുന്നത്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ മിണ്ടാതിരിക്കുക എന്നുള്ളത് ഒരു തീരുമാനമാണ്. അമേരിക്കയുമായിട്ടുള്ള ബന്ധം ഇതിനകം തന്നെ വ്യാപാര തർക്കങ്ങൾ കാരണം വഷളായിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു കപ്പലിനു വേണ്ടി മാത്രം അമേരിക്കയുമായി നേരിട്ട് ഒരു ഏറ്റുമുട്ടലിന് ചൈന ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. ഇറാനുമായുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ അമേരിക്കയെ കൂടുതൽ പ്രകോപിപ്പിക്കാതിരിക്കുവാനുള്ള ഒരു ബാലൻസിങ് ആക്റ്റാണ് ചൈന കൈക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വലിയ ഭീഷണി ഇല്ലാത്തിടത്തോളം കാലം മറ്റൊരാൾക്ക് വേണ്ടി മുൻനിരയിൽ നിന്ന് പോരാടുവാൻ ചൈന തയ്യാറാവില്ല. ചൈനയെ സംബന്ധിച്ച് ഇറാൻ അവരുടെ ഒരു സുപ്രധാന എണ്ണ വിതരണക്കാരനാണ്. എന്നാൽ അതിനേക്കാൾ വലിയ വിപണിയാണ് ചൈനയ്ക്ക് അമേരിക്കയും യൂറോപ്പും. ഇറാനിലെ ഒരു കപ്പലിന് വേണ്ടി ഈ വലിയ വിപണികളെ വെല്ലുവിളിക്കുന്നത് ലാഭകരമല്ല എന്ന ബിസിനസ് ബുദ്ധി ചൈന ഇവിടെ പ്രയോഗിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഈ വിഷയത്തിൽ പരസ്യമായി ഇടപെടുന്നത് തങ്ങളുടെ നിലവിലെ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്ക് ഗുണകരമാകില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ വലിയ ശബ്ദമുണ്ടാക്കുന്നതിനേക്കാൾ നിശബ്ദമായി തങ്ങളുടെ കരുക്കൾ നീക്കുന്നതാണ് ചൈനീസ് നയതന്ത്രത്തിന്റെ ശൈലി. ഇറാന്റെ വേദനയേക്കാൾ സ്വന്തം ലാഭത്തിനാണ് ചൈന ഇവിടെ മുൻഗണന നൽകിയിരിക്കുന്നത്. അതിനാൽ തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ ശക്തിയായ ചൈന ഇറാനെ മുന്നിൽ നിർത്തിക്കൊണ്ട് വളരെ നിശബ്ദമായ ചില നീക്കങ്ങൾ നടത്തുകയാണ് ഇപ്പോൾ. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇറാൻ ഇപ്പോൾ ഒമാനുമായും റഷ്യയുമായും ഒരു നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനാൽ അല്പം കഴിയുമ്പോൾ ചൈനയും വളരെ കൃത്യമായി ആ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായി മാറും. അങ്ങനെ വരുമ്പോൾ ചൈന, റഷ്യ, ഇറാൻ, ഒമാൻ അച്ചുതണ്ട് അമേരിക്കയ്ക്കെതിരായി ഒരു വലിയ ശക്തിയായി രംഗത്തെത്തും. ആ ഒരു നീക്കം മുൻപിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ട്രംപ് വലിയ കടുംകൈകൾക്ക് ഇപ്പോൾ മുതിരാതിരിക്കുന്നതും. അപ്പോൾ തന്നെ ലോകത്തിലെ വൻ ശക്തിയായ അമേരിക്കയ്ക്ക് ഈ യുദ്ധത്തിൽ തോൽവി സമ്മതിച്ചു കൊടുക്കുവാനും കഴിയില്ല. അമേരിക്ക പരാജയത്തിലേക്ക് കൂപ്പുകുത്തുകയാണെങ്കിലും ലോകത്തിന്റെ മുൻപിൽ അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത് അവർ വിജയിക്കുന്നതായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു തകർന്നുപോയ ചർച്ച, അമേരിക്കയുടെ കരുത്ത്, ഇതൊക്കെയാണ് ഇപ്പോൾ അവർ വാഴ്ത്തിപ്പാടുവാൻ ശ്രമിക്കുന്നത്. എന്നാൽ യഥാർത്ഥ ചിത്രം അമേരിക്കൻ നിയന്ത്രണങ്ങൾക്കപ്പുറത്ത് ഇറാൻ ഒരു ബദൽ ലോകം ചൈനയും റഷ്യയും ഒമാനുമായി ചേർന്ന് കെട്ടിപ്പടുക്കുകയാണ്. അങ്ങനെയുള്ളപ്പോൾ ഈ രണ്ടാമത്തെ ചിത്രത്തെ ആദ്യത്തെ ചിത്രം മാക്സിമം കോലാഹലങ്ങൾ ഉണ്ടാക്കി മറച്ചു പിടിക്കുവാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിലവിലെ സാഹചര്യം ഇങ്ങനെയാണ്. ഇറാൻ, റഷ്യ, ഒമാൻ, പാകിസ്ഥാൻ, ചൈന ഇവരെ കൂട്ടുപിടിച്ച് ഒരു ആഗോള നയതന്ത്ര സഖ്യം രൂപവൽക്കരിക്കപ്പെട്ടു വരുന്നു. അമേരിക്കയാകട്ടെ ആഭ്യന്തര രാഷ്ട്രീയ പ്രശ്നങ്ങളിലും ഫലപ്രദമല്ലാത്ത ഉപരോധങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നു. ഇറാൻ പിൻപോട്ട് പോവുകയല്ല, മറിച്ച് ഒരരികിലൂടെ തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
അമേരിക്കയുടെ പരമാവധി സമ്മർദ്ദം എന്ന തന്ത്രമാണ് ഇവിടെ പാളുന്നത്. ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയാതെ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്.